الله الرحمن الرحيم الحمد لله رب العالمين ولي الصالحين مجيب الداعين غافر ذنوب المذنبين وقابل توبة التائبين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إمام المتقين الصلاة والسلام عليه وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. സത്യവിശ്വാസികൾ, നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം സിഫാത്തു സൗജത്തി സാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യയുടെ വിശേഷണങ്ങൾ. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ക്രോഡീകരിച്ച, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ക്രോഡീകരിച്ച ചില വിശേഷണങ്ങളാണ് നാം ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ ഒരു സ്ത്രീ അലങ്കരിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു പദവിയാണ് ഭാര്യ എന്നുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരുപാട് പ്രതിഫലം നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരുപാട് അടുക്കാനും ഉപകരിക്കുന്ന ഒരു സ്ഥാനമാണ് ഭാര്യ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ മതാ, ദുനിയ എന്ന് പറഞ്ഞാൽ ഒരു വിഭവമാണ്. ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ, ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പറഞ്ഞാൽ സ്വാലിഹത്തായ ഒരു ഭാര്യയാണ്. ഇന്ന് കാലത്ത് നമുക്കറിയാം, സ്ത്രീകൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ഏറ്റവും അധികം പരീക്ഷണത്തിന് വിധേയാവുന്ന കാലഘട്ടമാണ്. ശുബ്ഹത്ത് കൊണ്ടും ഷഹവത്ത് കൊണ്ടും ദീനിൽ സംശയമുണ്ടാക്കുന്ന പല കാര്യങ്ങൾ. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ എന്തിനാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നത്, ഒരു പുരുഷനേക്കാൾ താഴ്ന്ന സ്ഥാനമായിട്ട് ഇസ്ലാം എന്നെ പരിഗണിക്കുന്നു, അങ്ങനെ പല രീതിയിൽ ശുബ്ഹത്തുകൾ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ശുബ്ഹത്തുകൾ സ്ത്രീയുടെ ജീവിതം, ഒരു മുസ്ലിം സ്ത്രീയുടെ ജീവിതത്തിലേക്ക്. അതേ സമയത്ത് വേഷത്തിലും രൂപത്തിലും പെരുമാറ്റത്തിലും ഇസ്ലാമികമല്ലാത്ത രീതിയിലുള്ള ഷഹവത്തുകൾ, ഈ രണ്ടെണ്ണം ധാരാളമായിട്ട് ഇന്ന് കാലത്ത് നമ്മുടെ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ട്. പണ്ടുകാലത്തെ പോലെ ഒരു മോശപ്പെട്ട സുഹൃത്തിലൂടെ മാത്രമല്ല, ഇന്ന് വീടിനകത്തിരിക്കുന്ന പുറത്തിറങ്ങാത്ത ഒരു മുസ്ലിം സ്ത്രീയിൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും, വിവാഹം കഴിക്കാൻ പോകുന്നവർ എന്നല്ല, കഴിച്ചവർ എന്നല്ല, ഓരോ സ്ത്രീകളും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മോട് സൂചിപ്പിക്കുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ, അവരുടെ പെൺമക്കൾ, അവരുടെ സഹോദരിമാർ, അവരുടെ ഭാര്യമാർ, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, ഉപദേശിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ്. ഷെയ്ഖ് തുടങ്ങുന്നത് അസ്സലാഹ്, നന്നാവുക എന്നുള്ളത്, ഒരു സ്വാലിഹത്താവുക എന്നുള്ളത് ഏതൊരാണായാലും പെണ്ണായാലും രണ്ട് കാര്യങ്ങൾ കൊണ്ടല്ലാതെ അത് സാധിക്കില്ല. ഒരു ശുദ്ധീകരണം, ഒരു നന്മ ഉണ്ടാവുക എന്നുള്ളത്. അതിലൊന്നാമത്തേത് തൗഫീഖുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തൗഫീഖ് വേണം. അതാണ് ഏറ്റവും അടിസ്ഥാനം. അല്ലാഹുവാണ് മുവഫിഖ്, അല്ലാഹുവാണ് ഹാദി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രമേ നമുക്ക് ഇസ്ലാഹ് സംഭവിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ ഹിദായത്തിലാക്കിയോ അവനാണ് ഹിദായത്ത് ലഭിച്ചവൻ. അല്ലാഹു തആല പിഴവിലാക്കിയവന് നേർമാർഗം കാണിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാഹുവിൽ നിന്നുള്ള തൗഫീഖ് വേണം. രണ്ടാമത്തേത്
ഒരു മനുഷ്യൻ അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള അസ്ബാബുകളെ, എന്താണ് നമ്മുടെ നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അറിയേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത്, എന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത്, അതവൻ അറിയണം, പഠിക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിലും പുരുഷനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ നീ താല്പര്യം കാണിക്കുക. വസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യുക. ഇവിടെ ഇഹ്രിസ് അലാ മാ യൻഫഉക് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് ആവശ്യമായ അസ്ബാബുകളെ നാം ഒരുമിച്ച് കൂട്ടണം. ഇനി ഒരു നന്മ ഉണ്ടാകുന്നത് എന്തിലൂടെയാണ്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എങ്ങനെയാണ് ഒരാൾ മാറേണ്ടത്, നന്നാവേണ്ടത് എന്നുള്ളത്. അത് കിതാബുല്ലാഹ് വസുന്നത്തു റസൂൽ. ഈ രണ്ടെണ്ണത്തിലൂടെ മാത്രമേ ഒരാൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹി അഖ്വം. ഈ ഖുർആനാണ് ഏറ്റവും നേരായതിലേക്ക് വഴി കാണിക്കുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും ഷൈഅൻ ലൻ തളില്ലു ബഅദഹുമാ കിതാബല്ലാഹ് വസുന്നതി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ്. അത് മുറുകെ പിടിക്കുന്നവർ, അല്ലെങ്കിൽ അത് നേരെവണ്ണം ഉൾക്കൊള്ളുന്നവർ പിഴച്ചു പോവുകയില്ല. അത് കിതാബുല്ലാഹ് വസുന്നത്തു റസൂലില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിഷയത്തിൽ സിഫാത്തു സൗജത്തി സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യയുടെ വിശേഷണം എന്നുള്ളിടത്ത് നാം മനസ്സിലാക്കേണ്ടത്, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാനുള്ള മാനസിക അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കും. അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഷെയ്ഖ് പറയുന്നത്. ഇതിനെല്ലാം ഒരു ഭാര്യ നന്നാവണമെങ്കിൽ, ഒരു പുരുഷൻ നന്നാവണമെങ്കിൽ, എന്താവണമെങ്കിലും എല്ലാം വേണ്ടത് തഹ്ഖീഖു തഖ്വല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക എന്നുള്ളത്, അത് പൂർത്തീകരിക്കാനുള്ള മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത്, അവന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി, ഞാൻ അവനിലേക്ക് മടങ്ങേണ്ടവനാണ്. ദുനിയാവ് കേവലം കുറച്ചു കാലത്തെ ഒരു ഭവനം മാത്രമാണ്. ഈ ഒരു ബോധമുള്ളവർക്ക് മാത്രമേ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പറയുന്ന ഈ നിർദ്ദേശങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും സംശയമായിരിക്കും. പിശാചിട്ട് കൊടുക്കുന്ന ഓരോ ശുഭഹത്തുകൾ. പലപ്പോഴും ഇസ്ലാമിനെ പറ്റി ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്ന മതമാണ്, സ്ത്രീകൾക്ക് വില നൽകാത്ത മതമാണ്. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ മതമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച, ആണിനെയും പെണ്ണിനെയും ആ രൂപത്തിൽ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതമാണ്. അതിലെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. അതുകൊണ്ട് നാം ആണായി, നാം പെണ്ണായി, നാം എങ്ങനെ ജീവിക്കണമെന്ന് പറയാനുള്ള ഏറ്റവും വലിയ യോഗ്യത അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. അതിലെങ്ങനെയാണ് ഒരു പുരുഷ മേൽക്കോയ്മ ഉണ്ടാവുക, സ്ത്രീകളെ അടിച്ചമർത്തലാവുക? അല്ലാഹു തആല എന്ത് പറയുന്നുവോ അതനുസരിക്കുക, അത് ഉൾക്കൊള്ളുക. അത് മാത്രമാണ് ഒരടിമയുടെ ബാധ്യത. ഇനി ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് പറയുന്ന കുറച്ച് സിഫാത്തുകൾ, അത് ഒന്നാമത് ഷെയ്ഖ് തുടങ്ങുന്നത് സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹത്തായ സ്ത്രീകൾക്ക് പറഞ്ഞ സിഫത്തുകളാണ്. അല്ലാഹു തആല പറഞ്ഞു 34-ാമത്തെ ആയത്തിൽ, ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. സ്വാലിഹാത്ത്, സ്വാലിഹത്തായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഖാനിതാതുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നവരാണ്. ഹാഫിളാതുൻ ലിൽഗൈബ്, അദൃശ്യമായ നിലക്ക് ഭർത്താവില്ലെങ്കിൽ പോലും കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിച്ചതുപോലെ. ഈ ആയത്തിൽ രണ്ട് സിഫത്തുകൾ പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ ഒരു സ്വാലിഹത്തായ സ്ത്രീയെ സംബന്ധിച്ച്. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ടത്, തന്റെ റബ്ബുമായി ബന്ധപ്പെട്ടത്. രണ്ടാമത്തേത് ഭർത്താവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ രണ്ട് സിഫത്തുകൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഖാനിതാതുൻ. ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള അനുസരണത്തിൽ സ്ഥിരമായി നിൽക്കുന്നവർ, അല്ലാഹുവിനുള്ള ഇബാദത്തുകളെ കാത്തുസൂക്ഷിക്കുന്നവർ, അല്ലാഹു തആലയുടെ നിയമങ്ങളെ പാലിക്കുന്നവർ, നിർബന്ധമായ കാര്യങ്ങളെ എല്ലാം അനുസരിക്കുന്നവർ, അങ്ങനെ അല്ലാഹുവിനുള്ള ഇബാദത്തുകളിൽ സ്ഥിരത കാണിക്കുന്നവരാണ് ഖാനിതാത്ത് എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ഭാഗം ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, കാത്തു സൂക്ഷിക്കുന്നവർ. ഭർത്താവില്ലാത്ത സമയത്ത് കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം കാത്തു സൂക്ഷിക്കുന്നവർ. ഭർത്താവ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഭർത്താവിനോടുള്ള ബാധ്യതകൾ, കടമകൾ, അതുപോലെയെല്ലാം. ബിമാ ഹഫിളല്ലാഹ്, അത് അവരുടെ കഴിവല്ല, അവരുടെ കഴിവുകൊണ്ടല്ല നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിച്ചതുപോലെ, അല്ലാഹു തആല കാത്തു സൂക്ഷിച്ചതുകൊണ്ട്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് അത് സാധിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ സിഫത്തായി പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകൾ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ എല്ലാവിധ നന്മയും എല്ലാവിധ തൗഫീഖും എല്ലാവിധ ബറക്കത്തും ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും എല്ലാം നമുക്ക് പരീക്ഷണമായി മാറുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹസ്സനത് ഫർജഹാ വഅതാഅത് ബഅലഹാ ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശാഅത്. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു സ്ത്രീ അവർ 5 വഖത്ത് നമസ്കാരം നിർവഹിച്ചാൽ, വസാമത് ശഹ്റഹ, റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ, വഹസ്സനത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചാൽ, വഅതാഅത് ബഅലഹ, അവളുടെ ഭർത്താവിനെ അനുസരിച്ചാൽ, ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅത്, അവൾ ഉദ്ദേശിക്കുന്ന ഏതൊരു കവാടത്തിലൂടെയും അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ വസാമത് ശഹ്റഹ വഹഫിളത് ഫർജഹ വഅതാഅത് സൗജഹ ഖീല ലഹ ഉദ്ഖുലി അൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. ഈ കാര്യങ്ങൾ ചെയ്താൽ അവളോട് പറയപ്പെടും, നീ പ്രവേശിച്ചു കൊള്ളുക, നീ ഉദ്ദേശിക്കുന്ന ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ചു നോക്കി, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിരലിൽ എണ്ണാവുന്ന കേവലം 3-4 കാര്യങ്ങൾ അത് നിർവഹിച്ചാൽ അവർക്കുള്ള പ്രതിഫലം സ്വർഗത്തിലെ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും പ്രവേശിച്ചു കൊള്ളാനുള്ള അവസരമാണ്. എത്ര എളുപ്പത്തിലാണ് സ്ത്രീകൾക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള കടമകൾ, പ്രധാനമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത് നിർവഹിക്കുക എന്നുള്ളത് ആ സ്ത്രീയുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകൾക്കും എല്ലാവിധ തൗഫീഖിനും അവരുടേതപ്പുറത്തേക്ക് അവരുടെ മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാത്തിലും ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവരനുസരിക്കണം. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം പറഞ്ഞു വഹഫിളത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാൻ, അവളുടെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ വിഷയം എന്നുള്ളത്. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഒന്നാമത്തെ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള കടമകൾ, കരാറുകൾ കൃത്യമായി നിർവഹിക്കുമെന്നുള്ളത്. അതിലൊരു ഭൗതിക താല്പര്യങ്ങൾ ഉൾക്കൊണ്ട് പിഴച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇന്നത്തെ നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ അവസ്ഥ, അവര് വിവാഹത്തെ കാണുന്നത് ഈ കുഫാറുകളും ഫാസിഖത്തുകളും ആഘോഷിക്കുന്ന രീതിയിലാണ്. ഇന്ന് പല സമ്പ്രദായങ്ങൾ കുഫാറുകളെ പിൻപറ്റിക്കൊണ്ട് വിവാഹത്തിന്റെ തലേന്ന് തുടങ്ങി അവരൊരുപാട് പുതിയ പുതിയ ആഘോഷങ്ങൾ, പുതിയ പുതിയ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ, ഇത് മുസ്ലിം പെൺകുട്ടികൾ കണ്ടു വളരുമ്പോൾ അതുപോലെ ആയിരിക്കണം എന്റെയും വിവാഹം എന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് ചിലവുകൾ, ഒരുപാട് തോന്നിവാസങ്ങൾ, ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നാം പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ഒരു സ്വാലിഹത്തായ ഭാര്യ ഉണ്ടാവുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നിക്കാഹ് നടക്കുമ്പോൾ പല പെൺകുട്ടികളും അവർ മുൻപേ തീരുമാനിച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആഘോഷങ്ങൾ ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും നല്ല നിക്കാഹ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളതാണ്, അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അഅ്ദമുൻ നിസാഇ ബറകതൻ ഐസറുഹുന്ന മഊനതൻ, ഏറ്റവും ബറക്കത്തുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളിൽ എളുപ്പമുള്ളതാണ്. അഥവാ കുറഞ്ഞ ചെലവുകളുള്ള, എളുപ്പത്തിൽ നമ്മൾക്ക് കൊണ്ടു നടക്കാവുന്ന പോലെയുള്ള സ്ത്രീകളാണ് ഏറ്റവും ബറക്കത്ത് നിറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ സിഫത്ത് അല്ലാഹുമായിട്ടുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും. രണ്ടാമത്തേത് അൽ ഹദറു മിനശ് ശൈത്താനിർ റജീം,
പിശാചിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധം, ഒരു അവബോധമുള്ളവരായിരിക്കും സ്വാലിഹത്തായ ഭാര്യ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗൗരവമേറിയ ഹദീസ് ദാമ്പത്യ ജീവിതത്തിൽ പിശാചുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ, കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തിപരമായിട്ടും എത്രത്തോളം ഒരാളെ പിഴപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ശ്രമിക്കാൻ കാത്തു നിൽക്കുന്ന ആളാണ് പിശാച്. ആ പിശാചിനെ സംബന്ധിച്ച്, ശൈത്താനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാ ثم يبعث സറായാ. ഇബ്ലീസിന്റെ സിംഹാസനം വെള്ളത്തിന് മേലെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ ദിവസവും തന്റെ സൈന്യത്തെ, മറ്റുള്ള തന്റെ കീഴിലുള്ള പിശാചുക്കളെ അവരുടെ ജോലിക്കായി പറഞ്ഞയക്കും. അങ്ങനെ ഓരോ പറഞ്ഞയക്കും. ഫഅദ്നാഹും മിൻഹു മൻസിലതൻ അഅദമുഹും ഫിത്നത. അതിൽ തിരിച്ചു വരുമ്പോൾ ഇബ്ലീസിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ, ഏറ്റവും സ്ഥാനമുള്ള ആളെന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കിയതാണ്, ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കിയെന്ന ആൾ. യജീഉ അഹദഹും, അങ്ങനെ ഓരോ ആളുകളായിട്ട് വരും. എന്നിട്ട് പറയും ഫയഖൂലു ഫഅൽതു കദാ വകദാ, ഞാൻ ഇന്നാലിന്ന തെറ്റ് ചെയ്യിപ്പിച്ചു, ഇന്നാലിന്ന ആളുകൊണ്ട് ഇന്ന കാര്യം ചെയ്യിപ്പിച്ചു. ഫയഖൂൽ, അപ്പോ ഇബ്ലീസ് പറയും മാ സനഅത ഷൈഅൻ, നീ ഒന്നും ചെയ്തിട്ടില്ല, ഇതൊന്നും വലിയ കാര്യമല്ല. ثم يجيء وحدهم, പിന്നെ അടുത്ത ഒരാൾ വരും. ഫയഖൂൽ, എന്നിട്ട് പറയും മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതിഹി ഫയുദ്നീഹി മിൻഹു. ഒരാൾ വന്നിട്ട് പറയും ഞാൻ ഒരുത്തനെയും അവന്റെ ഭാര്യനെയും കൂടി തമ്മിൽ തെറ്റിച്ചിട്ടുണ്ട്, തമ്മിൽ വേർതിരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇത് വന്ന് പറയുമ്പോ ഇബ്ലീസ് അവനെ തന്റെ അടുത്തേക്ക് ചേർക്കും. വയഖൂൽ നിഅമ അൻത, നീയാണ് ഏറ്റവും ഉഷാറായിട്ടുള്ളത്, നീയാണ് ഏറ്റവും നല്ല പണിയെടുത്ത് വന്നിട്ടുള്ളത്. ഫയൽതസിമുഹു, അവന് പ്രത്യേകം ഒരു സ്ഥാനം നൽകുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നുബുവത്തിന്റെ വാക്കാണ്. നാം ഗൗരവത്തെ മനസ്സിലാക്കണം. സ്വാലിഹത്തായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ തനിക്കുണ്ടാകുന്ന പിശാചിന്റെ വസ്വാസുകളെ മനസ്സിലാക്കുന്നവളായിരിക്കണം. പുരുഷനാണെങ്കിലും ഭർത്താവാണെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം ലഭിക്കുന്ന കാര്യമാണെന്ന് ഓരോ മുസ്ലിമിനും ബോധമുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ദാമ്പത്യ ജീവിതം അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി ഒരു അസർ കൊടുക്കുന്നത് കാണാം. ഒരു സ്ത്രീ, ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി കിടപ്പറ ഒരുക്കി വിരിച്ചു കഴിഞ്ഞാൽ പിശാച് വന്ന് അതിലേക്ക് എന്തെങ്കിലും കല്ലോ കമ്പോ എല്ലാം എടുത്തെറിയും. എന്തിനു വേണ്ടിയിട്ട്? ഭർത്താവ് വരുമ്പോൾ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് ഭാര്യയോട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടരുത് എന്നുള്ള നിലയ്ക്ക് ഒരു അസർ കൊടുക്കുന്നത് കാണാൻ സാധിക്കാം ഹസനായിട്ട്. അപ്പോ അത്രത്തോളം പിശാച് ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ പിശാചിന്റെ തന്ത്രത്തെയും ഈ പിശാചുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും കുറിച്ചൊരു മുൻകരുതൽ ഓരോ സ്ത്രീക്കും ഉണ്ടായിരിക്കണം. നമുക്ക് കൽബിൽ തോന്നുന്ന ഓരോ വസ്വാസുകൾ, ഓരോ സംശയങ്ങൾ അതെല്ലാം എടുത്തു ചാടി പറയുക, അല്ലെങ്കിൽ എടുത്തു ചാടി ചെയ്യുക, അങ്ങനെ എന്തൊക്കെയോ ആക്കിയിട്ട് ആണ് പ്രശ്നം ഉണ്ടാക്കുക. എത്രയോ ആളുകൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്ത, പിശാചിന്റെ വസ്വാസാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അതിന് പിന്നാലെ കൂടിപ്പോയി എത്രയോ തൊലാഖുകൾ നടക്കുന്നു. എന്തിനാണ് അവർ വിവാഹമോചിതരായത് എന്ന് അവർക്ക് തന്നെ അറിയില്ല, എന്തിനാണ് അവരുടെ ഇടയിൽ പ്രശ്നമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പൊ അങ്ങനെ കുറെ അപകടം ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സ്വാലിഹത്തായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിശാചിന്റെ ഈ കെണിയെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പിശാചിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഖുർആൻ പാരായണം, സുന്നത്തായ നമസ്കാരങ്ങൾ, രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ, അതുപോലെ ദേഷ്യം വരുന്ന സമയത്ത് നിയന്ത്രിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക, വുളു എടുക്കുക, നമസ്കരിക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് പിശാചിന്റെ ഈ വസ്വാസുകളെ നേരിടാൻ ഓരോ സ്ത്രീകളും, ഭർത്താക്കന്മാരും ഭാര്യമാരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. അപ്പൊ രണ്ടാമത്തെ കാര്യം, പിശാചിന്റെ വസ്വാസുകളെ കുറിച്ച് ശ്രദ്ധിക്കുന്നവരായിരിക്കും. മൂന്നാമത്തെ ഒരു സിഫാത്ത് ഇദ്ഖാലു സുറൂരി അലാ സൗജിഹാ ഇദാ നവറ ഇലൈഹാ. ഭർത്താവിന്റെ കൽബിൽ, ഭർത്താവിന് സന്തോഷമുണ്ടാക്കും ആ ഭാര്യയെ നോക്കുന്ന സമയത്ത്. അതായത് ഒരു സ്വാലിഹത്തായ ഭാര്യ
തന്റെ ഭർത്താവ് തന്നെ നോക്കുന്ന സമയത്ത് തന്റെ രൂപത്തിലും തന്റെ പെരുമാറ്റത്തിലും തന്റെ വേഷത്തിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഭർത്താവിന് കൺകുളിർമയുണ്ടാക്കുന്ന സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും അവളുടെ ഭാഗത്തുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൻ നിസാഇ ഖൈറുൻ, ഏത് സ്ത്രീകളിൽ ആരാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ളത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലതി തസുറുഹു ഇദാ നളറ, ഭർത്താവ് നോക്കുന്ന സമയത്ത് സന്തോഷമുണ്ടാക്കുന്നവൾ. വതുതിഉഹു ഇദാ അമറ, ഭർത്താവ് കൽപ്പിച്ചാൽ അനുസരിക്കുന്നവൾ. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്, അവൻ വെറുക്കുന്ന രീതിയിൽ അവളുടെ സ്വന്തത്തിലോ സമ്പത്തിലോ ഒന്നും ചെയ്യാത്തവൾ. അങ്ങനെയുള്ളവളാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞു. അതായത് ഭർത്താവ് നോക്കുമ്പോൾ ഭർത്താവിൽ സന്തോഷമുണ്ടാക്കുന്ന, പറഞ്ഞാൽ അനുസരിക്കുന്ന, അവളുടെ ശരീരത്തിലും സമ്പത്തിനും അവന് വെറുക്കുന്ന ഒന്നും ചെയ്യാത്ത അവളാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പല സ്ത്രീകൾക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത സ്ത്രീകളാണ്. ഒരു ഭർത്താവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം, എങ്ങനെ സന്തോഷിപ്പിക്കണം, ഇതിനെക്കുറിച്ച് തീരെ അവബോധമില്ലാത്തവൾ. പലരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തന്റെ കുടുംബക്കാരുടെ വീട്ടിലേക്കോ തന്റെ വീട്ടിലേക്കോ പോകുമ്പോൾ ഏറ്റവും നല്ല വേഷം ധരിക്കാനും അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങാനൊക്കെ തയ്യാറാവും. ഭർത്താവ് പുറത്തുനിന്ന് ഒരു ജോലിക്ക് പോകുന്ന ഭർത്താവാണെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യ നിൽക്കുന്ന വേഷം, ഒന്നുകിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും മുഷിഞ്ഞ വേഷം, ഏറ്റവും വൃത്തികെട്ട ഗന്ധമുള്ള അവസ്ഥ, ഈ ഒരു അവസ്ഥയിലായിരിക്കും. ഒരിക്കലും ഒരു സ്ത്രീ അങ്ങനെ ആവരുത്. ഒരു സ്വാലിഹത്തായ ഭാര്യ അവളുടെ സൗന്ദര്യം, അവളുടെ വേഷം, അവളുടെ നല്ല ഗന്ധം, ഇതെല്ലാം ഭർത്താവിന് മുമ്പിലാണ് ഒരുങ്ങി നിൽക്കേണ്ടത്. ഒരു സ്ത്രീ മനസ്സിലാക്കേണ്ടത്, പുരുഷൻ എന്നുള്ളത് പുരുഷന് സ്ത്രീ എന്നാൽ ഏറ്റവും വലിയൊരു അലങ്കാരമാക്കി അല്ലാഹു തആല വെച്ചതാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത് മിനൻ നിസാ, സ്ത്രീകളോടുള്ള ശഹവത്ത് എന്ന് പറഞ്ഞാൽ പുരുഷന് വലിയൊരു അലങ്കാരമായിട്ട് അല്ലാഹു വെച്ചതാണ്. അപ്പോൾ ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന് കാഴ്ചയാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുക, കാഴ്ചയും നല്ല ഗന്ധവും. അപ്പൊ ഏറ്റവും മനോഹരമായ വേഷം ധരിച്ച് ഏറ്റവും നല്ല അവസ്ഥയിൽ അണിഞ്ഞൊരുങ്ങി നിങ്ങൾ ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം ചിലപ്പോൾ ഒരു പരിഹാരമായിട്ട് അത് മതിയാകും. ആ രീതിയിൽ അണിഞ്ഞൊരു നിൽക്കാൻ പറ്റണം. നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഉമ്മു സലീം റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവമാണ്. ഭർത്താവിനോടുള്ള ചെയ്ത കടമയിൽ ഏറ്റവും മനോഹരമായിട്ട് ഓർക്കേണ്ട സംഭവം, സ്വന്തം മകൻ അബൂ ഉമൈർ മരണപ്പെട്ട് ആ മകനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് വീട്ടിൽ ഒരു മുറിയിൽ കിടത്തിയിട്ട് യാത്ര കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി കുളിച്ച് വൃത്തിയായി നല്ല രീതിയിൽ ഭക്ഷണം ഒരുക്കി ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ആ ഭാര്യയുടെ മാനസിക അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച സ്വഹാബാക്കൾ ഇങ്ങനെയാണ് ഭർത്താവിനോടുള്ള കടമ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ നമ്മൾക്ക് എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നാം ഗൗരവത്തിൽ തന്നെ ആ കാര്യം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാരോട് ഇദാ ഖദിമ അഹദുക്കും ലൈലൻ ഫലാ യഅതിയന്ന അഹ്ലഹു തുറുഖ, നിങ്ങൾ രാത്രി ഒരു യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിൽ രാത്രിയിൽ നിങ്ങൾ സ്ത്രീയിലേക്ക് പ്രവേശിക്കരുത്, നിങ്ങൾ ഭാര്യമാരിലേക്ക് പ്രവേശിക്കരുത്. ഇത് അന്നത്തെ കാലത്തെ സാഹചര്യത്തിലാണ് കൂടുതൽ. കാരണം ഞാൻ വരുന്നുണ്ട് എന്ന് അറിയിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ആ രീതിയിലൊക്കെ. ഇവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? രാത്രി വന്നാൽ പോകരുത് എന്നുള്ളത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹത്താ തസ്തഹിദ്ദൽ മഗീബ വ തംതശിത അശ്ശഅബ, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവളുടെ ഗുഹ്യസ്ഥാനം വൃത്തിയാക്കാനും അവളുടെ മുടി ചീകി ഒതുക്കാനുമുള്ള സമയം കൊടുക്കണം. ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഫോണും സൗകര്യവും എല്ലാം ഉണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭർത്താവിന് വേണ്ടി സ്ത്രീ അണിഞ്ഞൊരുങ്ങി നിൽക്കാനുള്ള സമയം ഭർത്താവ് കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം ഭർത്താവ് കയറി ചെല്ലുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങി നിൽക്കുന്നവളായിട്ട് തന്റെ ഭാര്യയെ കാണുന്ന അവസ്ഥയുണ്ടാകണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സഫറിൻ വഖദ് സതർതു ബിഖിറാമിൻ ലി അലാ സഹവത്തിൻ ലി ഫീഹാ തമാസീൽ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വീട്ടിൽ ഒരു കർട്ടൻ പോലെ ഉണ്ടാക്കി. പക്ഷെ അതിൽ ജീവനുള്ള ഇതിന്റെ രൂപങ്ങൾ ഉണ്ടായിരുന്നു. ഫലമ്മ റആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹതകഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കോപിക്കുന്ന അവസ്ഥയുണ്ടായി. വഖാല, എന്നിട്ട് പറഞ്ഞു, അശദ്ദുൻ നാസി അദാബൻ യൗമൽ ഖിയാമത്തി അല്ലദീന യുളാഹൂന ബിഖൽഖില്ലാഹ്,
നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നവർ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സാമീപ്യമുണ്ടാക്കുന്ന രൂപങ്ങളെ ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫജഅൽനാഹു വിസാദതൻ ഔ വിസാദതൈൻ, ഞങ്ങളത് തലയണയാക്കി മാറ്റി എന്ന് പറഞ്ഞു. അത് കാണാത്ത രീതിയിൽ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഹദീസിൽ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഷെയ്ഖ് പറയുന്ന ഒരു ഫായിദ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടൊക്കെ അണിയിച്ചൊരുക്കുകയാണ്, ഏറ്റവും നല്ല രീതിയിൽ ഒരുക്കി വെക്കുകയാണ്. അപ്പൊ ഭാര്യ ഒരുങ്ങണം, അതുപോലെ ഭർത്താവ് വരുമ്പോ വീടും അണിയിച്ചൊരുക്കുന്ന ഒരവസ്ഥ ഒരു സ്വാലിഹത്തായ ഭാര്യയ്ക്ക് ഉണ്ടാവും. അല്ലാതെ ഭർത്താവ് ഒരു ദൂരെ യാത്ര കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് വീടെല്ലാം അലങ്കോലമായിട്ടിരിക്കുന്ന, ഒരു സാധനം നേരെ വെക്കാത്ത, അവിടെ ഇവിടെയെല്ലാം വൃത്തികേടുകളാക്കി വെക്കുന്ന ആ രീതിയിലായിരിക്കില്ല. ഭർത്താവ് വരുന്ന സമയത്തേക്ക് വീടെല്ലാം ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കുന്നവൾ. ഇനി ഇതിനേക്കാൾ അപ്പുറത്തേക്ക് അവളുടെ പെരുമാറ്റം, അവളുടെ സംസാരം, അവളുടെ സ്വഭാവം ഏറ്റവും ഉത്തമമായ രീതിയിലായിരിക്കും. സ്ത്രീകൾ മനസ്സിലാക്കേണ്ട മനോഹരമായ ഒരു ഹദീസ് അത്തൊബ്രാനി അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമുൽ ഔസത്ത് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും ഫിൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലെ സ്ത്രീകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അഥവാ സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീകൾ, ഭാര്യമാർ, അവരുടെ ഒരു ഗുണം അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു വദൂദിൻ വലൂദിൻ ഇദാ ഗളിബത് ഔ ഉസീഅ ഇലൈഹാ ഔ ഗളിബ സൗജുഹാ ഖാലത് ഹാദിഹി യദി ഫി യദിക് ലാ തഹിലു ബിഗംളിൻ ഹത്താ തർളാ. സ്വർഗാവകാശിയുടെ സ്ത്രീയുടെ ഗുണങ്ങൾ പറയാണ്, കുല്ലു വദൂദിൻ വലൂദ്, ഏറ്റവും നന്നായി സ്നേഹിക്കുന്നവൾ, ഏറ്റവും ധാരാളമായി പ്രസവിക്കുന്നവൾ, ഇദാ ഗളിബത്, അവൾ കോപിച്ചാൽ, ഔ ഉസീഅ ഇലൈഹ, അവളോട് ആരെങ്കിലും എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ ഭർത്താവ് പെരുമാറിയാൽ, ഔ ഗളിബ സൗജുഹ, അവളുടെ ഭർത്താവ് കോപിച്ചാൽ, ഖാലത്ത്, അവൾ പറയും, ഹാദിഹി യദി ഫി യദിക്, അവൾ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട്, എന്റെ കൈ ഇതാ നിങ്ങളുടെ കയ്യിലാണ്, ലാ അക്തഹിലു ബിഗംളിൻ ഹത്താ തർളാ, നിങ്ങൾ എന്നെ പറ്റി തൃപ്തിപ്പെടാതെ ഞാൻ ഉറങ്ങില്ല, ഞാൻ കണ്ണടച്ചുറങ്ങില്ല, നിങ്ങൾ എന്നെ പറ്റി തൃപ്തിപ്പെടാതെ. ആ രീതിയിൽ പെരുമാറുന്ന സ്ത്രീ സ്വർഗാവകാശിയാകുന്ന സ്ത്രീയുടെ ഗുണമാണ്. എത്രയെത്ര സ്ത്രീകളാണ് ഭർത്താവിനോട് പിണങ്ങി തിരിഞ്ഞു കിടക്കുന്ന, ഭർത്താവ് ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും ആ രീതിയിൽ തന്നെ ഭർത്താവിനെ വിട്ടിട്ട് പോകുന്ന സ്ത്രീകൾ. സ്വാലിഹത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലും പരലോകത്തിലും വിശ്വാസമുള്ള, നാളെ സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ തന്റെ എന്തൊക്കെ കോപവും, തന്റെ എന്തൊക്കെ ദേഷ്യവും, തന്റെ എന്തൊക്കെ വികാരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുള്ള കടമ നിർവഹിക്കണമല്ലോ എന്നുള്ള നിലയ്ക്ക് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി ഉറങ്ങുന്ന ഭാര്യ സ്വർഗാവകാശിയായ സ്വാലിഹത്തായ ഒരു ഭാര്യയുടെ സിഫത്താണ്. ഇവിടെ പറഞ്ഞത് ഭർത്താവ് നോക്കുമ്പോൾ, ഭർത്താവ് കാണുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറ്റത്തിലും രൂപത്തിലും എല്ലാം നിൽക്കുന്ന ഭാര്യ. അടുത്തൊരു സിഫത്ത് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് സുനനുൽ ബൈഹഖി അൻ അബി ഉദൈനത അസ്സദഫിയ്യ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, ഏറ്റവും നല്ല സ്ത്രീകളുടെ ഗുണങ്ങൾ പറയാം. ഖൈറു നിസായിക്കും, നിങ്ങളിൽ ഉത്തമയായ സ്ത്രീ, അൽ വദൂദു അൽ വലൂദു അൽ മുവാതിയതു അൽ മുവാസിയതു ഇദത്തഖൈന അല്ലാഹ്. ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ അൽ വദൂദ്, അൽ വലൂദ്, അൽ മുവാതിയതു അൽ മുവാസിയതു ഇദത്തഖൈന അല്ലാഹ്. ഇതോരോന്നും വിശദീകരിക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ. വശർറു നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകൾ ഏറ്റവും ഷർറായവർ, അൽ മുതബർരിജാത്ത് അൽ മുതഖയ്യിലാത്ത് വഹുന്നൽ മുനാഫിഖാത്ത്. മുതബർരിജാത്തുകൾ, മുതഖയ്യിലാത്തുകൾ, അവരാണ് മുനാഫിഖത്തുകൾ. ലാ യദ്ഖുലുൽ ജന്നത മിൻഹുന്ന ഇല്ലാ മിസ്ലുൽ ഗുറാബിൽ അസ്ം, അവരിൽ നിന്ന് ആരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല, ഒരു പ്രത്യേക തരത്തിലെ കാക്കകളാണ്, വെളുത്ത കാലുകളോ അല്ലെങ്കിൽ ചുവപ്പ് കാലുകളോ ഉള്ള കാക്കകൾ. ആ കാക്കകൾ അത്രയല്ലാതെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ഇതിൽ പറഞ്ഞ ഏറ്റവും ഉത്തമയായ സ്ത്രീകളുടെ സിഫത്തുകൾ ഒന്നാമത്തേത് പറഞ്ഞത് അൽ വദൂദ്, ധാരാളമായി സ്നേഹിക്കുന്നവരായിരിക്കും, നല്ല സ്നേഹമുള്ളവരായിരിക്കും, ബുദ്ധിയുള്ളവരായിരിക്കും. അവരുടെ സ്നേഹത്തിന് ഏറ്റവും വലിയ അവകാശി അവരുടെ ഭർത്താവാണ്. അവർ സ്നേഹിക്കുന്നത്, ഏറ്റവും സ്നേഹിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരെയാണ്, അവരുടെ ഭർത്താവിനെയാണ്. ഏറ്റവും നല്ല ഒരു സ്വാലിഹത്തായ സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്റെ ഭർത്താവിനോട് അതിയായ സ്നേഹം കാണിക്കുന്നവൾ, അത് പ്രകടിപ്പിക്കുന്നവൾ, അത് പറയുന്നവൾ, അവളായിരിക്കും ഏറ്റവും നല്ല സ്ത്രീകൾ ഒന്നാമത്തെ ഗുണം പറയുന്നത്. അത് സംസാരത്തിൽ
സംസാരത്തിലും പ്രവർത്തനത്തിലും സ്വഭാവത്തിലുമെല്ലാം ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തേത് അൽ വലൂദ്, ധാരാളമായി പ്രസവിക്കുന്നവൾ. പ്രസവിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നല്ല ഗുണമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് അതിനുള്ള കഴിവ് നൽകിക്കൊള്ളണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ പത്നിമാർ പ്രസവിക്കാത്തൊരു ആയിഷ ബി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോ അത് ചില ആളുകൾ അങ്ങനെ ഉണ്ടാകാം, അവരല്ല പറയുന്നത്. എന്നാൽ പ്രസവിക്കാനുള്ള കഴിവുണ്ടായിട്ടും ചില ആളുകൾ പ്രസവിക്കാതെ പ്രസവം വേണ്ട എന്ന് മാറ്റിവെക്കുന്ന ചില സ്ത്രീകളെ കാണാം. അത് വലിയ അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജു അൽ വദൂദ അൽ വലൂദ, ധാരാളമായി സ്നേഹിക്കുന്ന, ധാരാളമായി പ്രസവിക്കുന്നവരെ നിങ്ങൾ വിവാഹം കഴിക്കുക. ഫഇന്നി മുകാഫിറും ബികും അൽ ഉമമ യൗമൽ ഖിയാമ, നിങ്ങളുടെ ആധിക്യം കണ്ടിട്ട് ഞാൻ നാളെ യൗമുൽ ഖിയാമയിൽ പെരുമ കൊള്ളുന്നവനാകും. അതുകൊണ്ട് പ്രസവിക്കാൻ ശേഷിയുള്ളവർ ധാരാളമായി പ്രസവിക്കാൻ അവരുടെ ആരോഗ്യത്തിന്റെ അവസ്ഥയനുസരിച്ച് ശ്രമിക്കുക. ഇനി അൽ മുവാറ്റിയത്തു, മുവാറ്റിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപം ഉള്ളിൽ പിടിച്ചു വെക്കാത്ത, കിബിറ് കാണിക്കാത്ത, ധിക്കാരം കാണിക്കാത്ത, ഭർത്താവിനേക്കാൾ മേൽക്കോയ്മ തനിക്കാണെന്ന് കാണിക്കാത്ത, എന്നാൽ ഭർത്താവിനെ അനുസരിക്കുന്ന, ഭർത്താവ് പറയുന്നത് കേൾക്കുന്ന സ്ത്രീകൾ ഏറ്റവും നല്ല സ്ത്രീകളുടെ ഗുണമായിട്ട് പറയുന്ന കാര്യമാണ്. ഭർത്താവ് പറയുന്നത് അനുസരിക്കുന്ന, ഭർത്താവിനോട് കിബിറ് കാണിക്കാത്ത, നുഷൂസ് കാണിക്കാത്ത, നല്ല അനുസരണയുള്ള നല്ല സ്ത്രീകൾ എന്നുള്ളത്. പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് കാലത്ത് വളർന്നു വരുന്ന നമ്മുടെ പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു തലത്തിൽ ചിന്തയിലേക്ക് കടന്നു വരുന്ന കാര്യമാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്നുള്ളത്. ഒരിക്കലും അതങ്ങനെയല്ല, ഒരിക്കലും അതങ്ങനെ ആവുകയുമില്ല. പുരുഷന് തന്നെയാണ് സ്ത്രീകളെക്കാൾ സ്ഥാനമുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചതാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേലെ കൈകാര്യകർത്തൃത്വമുള്ളത്. പല സ്ത്രീകളും ഭർത്താവിന്റെ കീഴിൽ നിൽക്കാൻ പാടില്ല, സ്വന്തമായി വരുമാനം വേണം, സ്വന്തമായി ജോലി വേണം. ഈ മുസ്ലിം സ്ത്രീകൾക്ക് വരെ ഇതെല്ലാം ചിന്തയിൽ വരികയാണ്. ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുമ്പോൾ എനിക്ക് സ്വന്തമായി വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ. ഈ സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയോ? ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന് വേണ്ടി ഒന്ന് പാചകം ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികൾക്ക് പകരം വലിയ ഉത്തരവാദിത്തമുള്ള വേറെ ആളുകളുടെ കീഴിൽ ജോലി ചെയ്യും. അവരുടെ ആട്ടും തുപ്പും കേട്ട്, അവരുടെ അവഹേളനം കേട്ട്, അവരുടെ ജോലിഭാരം ഏറ്റെടുത്ത് സമാധാനം കളഞ്ഞ്, എന്നിട്ട് അവര് വിചാരിക്കുന്നത് ഞങ്ങൾ സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, അവർക്ക് അത്രയൊന്നും. ഇസ്ലാമിലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ രാജ്ഞിയെ പോലെ ഇരിക്കേണ്ടവളാണ്. അങ്ങനെയുള്ള ഭാര്യമാർ, നല്ല അനുസരണമുള്ള, കിബിറ് കാണിക്കാത്തവർ. അൽ മുവാസിയത്തു, മുവാസിയത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവിനോടൊപ്പം നിൽക്കുന്നവർ, ഭർത്താവിനൊരു താങ്ങായിട്ട്, ഭർത്താവിനൊരു സപ്പോർട്ടായിട്ട്, ഭർത്താവ് ഒറ്റപ്പെടുമ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, ഭർത്താവ് സങ്കടപ്പെടുമ്പോൾ ആശ്വസിപ്പിക്കാൻ, ഭർത്താവിനോടൊപ്പം അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, ദുനിയാവിയായ വിഷയത്തിൽ, എല്ലാത്തിലും. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ആദ്യം കിട്ടിയ സമയത്ത് ഖദീജ ബിയുടെ അടുക്കിലേക്ക് ഓടി വരുമ്പോ ഖദീജ ബി സമാധാനിപ്പിക്കുന്നത് ഒരു ഭർത്താവിന്റെ നല്ല ഗുണങ്ങൾ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഭാര്യമാർ സ്വാലിഹത്തായ സ്ത്രീകളാണ്. ഏറ്റവും സ്വാലിഹത്തായ ഭാര്യമാർക്ക് ഉണ്ടാവുന്ന ഗുണമാണ് തന്റെ ഭർത്താവിനോടൊപ്പം നിന്ന് സന്തോഷിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന. ഇതെല്ലാം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദത്തഖൈനല്ലാഹ്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുകയാണെങ്കിൽ. ഇതൊരു നിബന്ധനയാണ്. ഈ കാര്യങ്ങളൊക്കെ അവർ ദുനിയാവിന്റെ എന്തെങ്കിലും വിഷയത്തിനാണ് ചെയ്യുന്നതെങ്കിലോ, ചില ആളുകൾ ദുനിയാവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യും. ഭർത്താവിനനുസരിക്കും, ഭർത്താവിനോടൊപ്പം നിൽക്കും. പക്ഷെ അള്ളാഹുവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലോ അതിൽ കാര്യമില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമായിരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശർറു നിസാഇകും അൽ മുതബർരിജാത്ത്, നിങ്ങളുടെ സ്ത്രീകളിൽ ഏറ്റവും ഷർറായിട്ടുള്ള സ്ത്രീകൾ മുതബർരിജാത്തുകൾ, തബറുജ് നടത്തുന്നവർ. അതായത് തന്റെ സൗന്ദര്യവും തന്റെ സീനത്തും തന്റെ അലങ്കാരവും അന്യപുരുഷന്മാരെ ആളുകളെയും കാണിച്ച് അങ്ങാടികളിൽ ഇറങ്ങി നടക്കുന്ന, അനാവശ്യമായിട്ട് ഇറങ്ങി നടക്കുന്ന, അതുപോലെ തന്നെ തന്റെ സൗന്ദര്യം വെളിവാക്കുന്ന, അങ്ങനെയുള്ള മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകൾ എന്ത് വലിയ ഷർറ് പിടിച്ചവരാണ്. നമുക്കറിയാം സ്ത്രീകളെ കൊണ്ടുള്ള പരീക്ഷണം പുരുഷന്മാർക്ക് എത്ര വലുതാണ്. അപ്പോ തന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നവർ. അടുത്ത പറഞ്ഞാൽ മുത്തഖയ്യിലാത്ത് എന്ന് പറഞ്ഞാൽ കിബിറ് കാണിക്കുന്നവർ, അഹങ്കാരമുള്ളവർ. തങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്തോ ആണ് എന്നുള്ള അഹങ്കാരത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ. ഈ രണ്ടെണ്ണത്തിനെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് പറഞ്ഞു, മുതബർരിയാത്തുകളും മുതഖയ്യിലാത്തുകളും. കാരണം ഈ തബറുജ് നടത്തുന്ന, തന്റെ സൗന്ദര്യവും നഗ്നയുമെല്ലാം വെളിവാക്കി നടത്തുന്ന, അലങ്കാരമെല്ലാം ആളുകളെ കാണിച്ച് നടത്തുന്നവർ അഹങ്കാരികളായിരിക്കും. ഒരിക്കലും വിനയമുള്ള, അത്രയും താഴ്മയുള്ള, ലജ്ജയുള്ള സ്ത്രീകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, അഹങ്കാരികളായ, സൗന്ദര്യം പ്രകടിപ്പിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും മോശപ്പെട്ട സ്ത്രീകളാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുന്നൽ മുനാഫിഖാത്ത്, അവർ മുനാഫിഖത്തുകളാണ്, കപടതയുള്ളവരാണ്. ലാ യദ്ഖുലുൽ ജന്നത മിൻഹുന്ന ഇല്ലാ മിസ്ലുൽ ഖുറാബിൽ അസം, അവരിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ഈ പ്രത്യേകതരം കാക്കകൾ, വെള്ള കാലുകളുള്ള അല്ലെങ്കിൽ ചുവപ്പ് കാലുകളുള്ള കാക്കകളുടെ അത്രേ. അതുകൊണ്ട് ഉദ്ദേശം വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ, അല്ലെങ്കിൽ തീരെയില്ല, ഇതുപോലെയുള്ള സ്ത്രീകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നുള്ളത്. അടുത്ത സിഫാത്ത് പറയുന്നത് അദമു തഖ്സീരി ഫീ ഹുഖൂഖിസ് സൗജ്, ഭർത്താവിനോടുള്ള കടമ നിർവഹിക്കുന്നതിൽ യാതൊരു കുറവും ഉണ്ടാവുകയില്ല എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അൻ ഹുസൈൻ ഇബ്നു മിഹ്സൻ അൻ അമ്മത്തിൻ ലഹു, പിന്നെ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ആവശ്യത്തിന് വന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദാതു സൗജിൻ അൻതി, നിനക്ക് ഭർത്താവുണ്ടോ? ഖാലത് നഅം, അവർ അതെ എനിക്ക് ഭർത്താവുണ്ട്. ഫകൈഫ അൻത ലഹു, നീ എങ്ങനെയാണ് അവനോട്, ഭർത്താവിനോട് എങ്ങനെയാണ്? അപ്പൊ ഖാലത്, അവർ പറഞ്ഞു, മാ അലൂഹു ഇല്ലാ മാ അഅജസു അൻഹു, എനിക്ക് കഴിയാത്ത കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ തിരെ വയ്യാതാവുമ്പോ അല്ലാതെ ബാക്കിയെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുരി ഐന അൻതി മിൻഹു ഫഇന്നഹു ജന്നതുകി വനാറുകി, നീ നോക്കിക്കൊള്ളുക, നീ ശ്രദ്ധിച്ചുകൊള്ളുക അവൻ എങ്ങനെയാണ് നീ എന്നുള്ളത്, കാരണം നിന്റെ സ്വർഗവും നിന്റെ നരകവും അവനാണ് എന്നുള്ളത്. സ്വാലിഹത്തായ ഭാര്യമാർ വ്യക്തമായ ബോധമുള്ളവരായിരിക്കും. തങ്ങളുടെ ഭർത്താവ് എന്നുള്ളത് തങ്ങളുടെ സ്വർഗവും നരകവുമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അഥവാ ഭർത്താവിനോടുള്ള കടമ നിർവഹിക്കുന്നതും ആ കടമയിൽ വീഴ്ച വരുത്തുന്നതും തങ്ങളുടെ സ്വർഗപ്രവേശനത്തിനും തങ്ങളുടെ നരകപ്രവേശനത്തിനും കാരണമാകുന്ന കാര്യങ്ങളായി മാറാം. ആ ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ ഹക്ക് നിർവഹിച്ചാൽ അത് സ്വർഗപ്രവേശനത്തിന് കാരണമായി മാറാം. അതല്ല എങ്കിൽ അത് തങ്ങളുടെ നരകപ്രവേശനത്തിനും കാരണമായി മാറാം എന്നുള്ളത്. അതുകൊണ്ട് ഗൗരവത്തിൽ തന്നെ സ്വാലിഹത്തായ സ്ത്രീകൾ ഈ കാര്യം ശ്രദ്ധിക്കും. അതുകൊണ്ട് സഹോദരിമാർ ഗൗരവത്തിൽ അത് മനസ്സിലാക്കുക, ഭർത്താവിനോടുള്ള ഹക്കുകൾ അത് വീട്ടുക എന്നുള്ളത്. അടുത്തൊരു സിഫാത്ത് അദമു ഇർഹാഖി സൗജി ബിന്നഫഖ, ചിലവഴിക്കുന്നതിൽ ഭർത്താവിന് ഞെരുക്കമുണ്ടാക്കുന്ന, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നവരായിരിക്കില്ല നല്ല സ്വാലിഹത്തായ ഭാര്യ എന്നുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ ചെലവഴിക്കുകൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഭർത്താവിന്റെ അടുക്കൽ ഒരു കുടുംബം നോക്കാൻ. അപ്പൊ ആ ഭർത്താവ് കുടുംബം നോക്കുമ്പോൾ ആ ഭർത്താവിനെ അതിൽ ഞെരുക്കമുണ്ടാക്കുന്ന, ഉപദ്രവിക്കുന്നവരായിരിക്കില്ല സ്വാലിഹത്തായ ഒരു ഭാര്യ. അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ വിശേഷണങ്ങൾ, അവർ ചെലവഴിക്കുമ്പോൾ പിശുക്കന്മാരാവുകയില്ല, ഇസ്രാഫ് ഉണ്ടാവൂല, അതിന്റെ ഇടയിലൊരു അവസ്ഥയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഖുതുബയിൽ പറഞ്ഞൊരു സംഭവം സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഇബ്നു ഖുസൈമ അദ്ദേഹത്തിന്റെ തൗഹീദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അൽബാനി സഹീഹാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വല മാ ഹലക ബനൂ ഇസ്രായീല അന്ന ഇംറഅത്തൽ ഫഖീർ കാനത് തുകല്ലിഫുഹു മിന الثിയാബി ഔ സിഗ്. അതായത് ഒന്നാമതായിട്ട് ബനൂ ഇസ്രായേലിനെ നശിപ്പിച്ച കാര്യം ഒരു ഫഖീറായ ആളുടെ ഭാര്യയായിരുന്നു. ആ ഭാര്യ തന്റെ ഭർത്താവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പണക്കാർ, സമ്പന്നനായ ഭർത്താക്കന്മാരെ ഭാര്യമാർ വസ്ത്രത്തിനും ആഭരണത്തിനും മറ്റുള്ള ആവശ്യങ്ങളും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ആ സ്ത്രീ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. തന്റെ ഭർത്താവിന്റെ വരുമാനം മനസ്സിലാക്കാതെ, ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാതെ, തന്റെ അനാവശ്യമായ കാര്യങ്ങൾ ആവശ്യമായി ഉന്നയിച്ച് അത് നേടിയെടുക്കാൻ വേണ്ടി ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന ആ തരത്തിലുള്ള സ്ത്രീകൾ. എന്നാൽ
സൗജത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു സ്ത്രീ മാന്യമായ നിലക്കുള്ള കാര്യങ്ങളിൽ മാത്രം നിലനിന്നുകൊണ്ട് ആ മിതത്വം പാലിച്ച് ജീവിക്കുന്നവരായിരിക്കും. അടുത്തൊരു സിഫത്ത് പറയുന്നത് ആദമു കുഫ്രാനിൽ മുൻഅമീൻ, നിഅമത്ത് ചെയ്യുന്ന ആളുകളോട് കുഫ്ർ കാണിക്കാത്ത ആളുകളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞ സംഭവമാണത്. അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്ന ആളുകളായിരിക്കില്ല സ്വാലിഹത്തായ ഭാര്യമാർ. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ച കാര്യമാണ് ലാ യശ്കുറുല്ലാഹ് മൻ ലാ യശ്കുറുന്നാസ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുകയില്ല. എന്തെങ്കിലും കാര്യം ജനങ്ങൾ ചെയ്താൽ അവരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. ഒരിക്കൽ അസ്മാ ബിൻത് യസീദ് തന്റെ കുറച്ച് അടിമ പെൺകുട്ടികളുമായിട്ട് ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴി വന്നു. അങ്ങനെ റസൂലുള്ളാഹി അവരോട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഇയ്യാകുന്ന വകുഫ്റൽ മുൻഅമീൻ, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക അനുഗ്രഹം ചെയ്യുന്നവരോട് കുഫ്ർ കാണിക്കുന്നത്. അപ്പൊ അതെന്താണ് കുഫ്റുൽ മുൻഅമീൻ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ല ഇഹ്ദാകുന്ന തതൂലു അയ്മതുഹാ മിൻ അബവൈഹാ, നിങ്ങളിൽ ഓരോരുത്തർ കുറെ കാലം നിങ്ങളുടെ മാതാപിതാക്കളുടെ കീഴിലായിക്കൊണ്ട് ഒരു വിവാഹം ലഭിക്കാതെ വിവാഹിതരാകാതെ നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. ثم يرزقها الله زوجا, അങ്ങനെ അല്ലാഹു തആല നിങ്ങൾക്കൊരു ഭർത്താവിനെ നൽകും. വയർസുഖുഹാ മിൻഹു വലദൻ, അതിൽ കുട്ടികളെ നൽകും. ഫതഗ്ളബുൽ ഗൾബ, ഒരു കോപം വരുന്ന ദേഷ്യപ്പെടുന്ന സമയത്ത് ഫതഗ്ഫുർ, നിങ്ങൾ നന്ദികേട് കാണിക്കും, കുഫ്ർ കാണിക്കും. ഫതഖൂൽ, നിങ്ങൾ പറയും മാ റഅയ്തു മിൻക ഖൈറൻ ഖത്ത്, നിങ്ങളിൽ നിന്ന് ഒരു നന്മയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഭർത്താവിനോട് നിങ്ങളിൽ നിന്ന് ഒരു നന്മയും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള അവസ്ഥ. ഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളോട് നന്ദികേട് കാണിക്കുന്ന അവസ്ഥ. സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് സ്വാലിഹത്തായ ഭാര്യമാർ ഇത് ബോധ്യപ്പെടുന്നവരായിരിക്കും. തങ്ങൾക്ക് വേണ്ടി ഭർത്താവ് അധ്വാനിച്ച് സമ്പാദിച്ചു വരുന്ന ചെലവ് നടത്തുമ്പോൾ ആ ഭർത്താവിനോട് നന്ദി കാണിക്കുന്നവരായിരിക്കും. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തശ്കുറു ലിസൗജിഹാ വഹിയ ലാ തസ്തഗ്നി അൻഹു, ഭർത്താവിന് ആവശ്യക്കാരനായിരിക്കെ ആ ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത ഒരു ഭാര്യയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാരോട് നന്ദി കാണിക്കുന്ന, നന്ദികേട് കാണിക്കാത്ത, കുഫറിന്റെ വർത്തമാനം പറയാത്ത നന്ദിയുള്ള സ്ത്രീകളായിരിക്കും സ്വാലിഹത്തായ ഭാര്യമാർ. അടുത്തൊരു സിഫത്ത് പറയുന്നത് ഇഹ്തിറാമുസ് സൗജ് വമഅരിഫതു ഖദ്രിഹി വഹഖ്ഖിഹി, ഭർത്താവിന് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കുന്ന, ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യമാരായിരിക്കും പിന്നെ സ്വാലിഹത്തായ ഭാര്യമാർ. ഭർത്താവിന് ഭാര്യയുടെ മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിച്ചിട്ടുള്ള സ്ഥാനം മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ ഹദീസ് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ആമുറു അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ, ഞാൻ ഒരു മനുഷ്യനോട് മറ്റൊരാളെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയില്ല. വലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ, ഞാനെങ്ങാനും അങ്ങനെ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ല അമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഒരു സ്ത്രീയോട് കൽപ്പിക്കുമായിരുന്നു തന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ. അത്രയധികം, കാരണം സുജൂദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ചെയ്യേണ്ട ഏറ്റവും ഉന്നതമായ ഒരു ഇബാദത്തിന്റെ രൂപമാണ്. ആ രൂപം എങ്ങാനും ചെയ്യുമായിരുന്നെങ്കിൽ, പറയുമായിരുന്നെങ്കിൽ, അങ്ങനെ പറയില്ല, പക്ഷെ അതിന്റെ ആ സ്ഥാനം മനസ്സിലാക്കി തരുന്ന രൂപമാണത്. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഭാര്യമാരോട് ഭർത്താവിനോട് ചെയ്യാൻ പറയുമായിരുന്നു. ഇനി തന്റെ ഭർത്താവ് അള്ളാഹുവിനെ അനുസരിക്കുന്ന, തഖ്വയുള്ള ഇബാദത്തുകൾ കൊണ്ടു നടക്കുന്ന, ദീനിയായി ജീവിക്കുന്ന ഭർത്താവാണെങ്കിൽ അതിന്റെ ഇരട്ടിയായിരിക്കും അതിന്റെ ഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഅദി ഇംറഅത്തുൻ സൗജഹാ ഫിദ്ദുനിയ ഇല്ലാ ഖാലത് സൗജതുഹു മിനൽ ഹൂറിൽ ഈൻ, ഒരു ഭാര്യ ഭർത്താവിനെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന തഖ്വയുള്ള ഒരു ഭർത്താവിനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഹൂറുലീങ്ങളിൽപ്പെട്ട ഈ ഭർത്താവിന്റെ ഇണ അവിടെ നിന്ന് പറയും, ലാ തുഅദീഹി ഖാതലകില്ലാ, നിനക്ക് നാശം, അവനെ നീ ഉപദ്രവിക്കരുത്. ഫഇന്നമാ ഹുവ ഇൻദകി ദഖീലുൻ, നിന്റെ അടുക്കൽ കുറച്ചൊരു വിരുന്നുകാരനെ പോലെയാണ്. യൂഷികു അൻ യുഫാരിഖക ഇലൈനാ, അവൻ നിന്നിൽ നിന്ന് ഞങ്ങളിലേക്ക് വേറിട്ട് വരേണ്ടവനാണ് എന്ന് പറയും. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു ഭർത്താവാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ കൂടുതൽ സ്ഥാനവും ബഹുമാനവും കൊടുക്കേണ്ടതുണ്ട്. സൗജത്തു സാലിഹ നൽകുന്നവരായിരിക്കും. അടുത്തൊരു സിഫത്ത് പറയുന്നത്, ഇദാ മന്നല്ലാഹു അലൈഹാ വഅക്രമഹാ ബിൽ ഔലാദ് അൻ തഅദില ബൈനഹും, ആ ഒരു സാലിഹത്തായ ഭാര്യ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സന്താനങ്ങളെ നൽകുകയാണെങ്കിൽ ആ സന്താനങ്ങൾക്കിടയിൽ അദിൽ കാണിക്കുന്നവളായിരിക്കും, നീതിപൂർവം
കാര്യങ്ങൾ നടത്തുന്നവരായിരിക്കും. അത് പുരുഷന്മാർക്കും ഒരുപോലെ ബാധകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്ദിലൂ ബൈന ഔലാദിക്കും ഇഅ്ദിലൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണം. ഒന്നിൽ കൂടുതൽ മക്കളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും, പ്രത്യേകിച്ച് ഉമ്മമാർ. അവരുടെ ഇടയിൽ നീതി കാണിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ അനന്തരഫലം വളരെ ഗൗരവമുള്ളതായിരിക്കും. അടുത്തൊരു സിഫത്ത് പറയുന്നത് അൻ തഖറ ഫീ ബൈതിഹാ വഅല്ലാ തകൂന ഖറാജതൻ വല്ലാജതൻ, വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നവരായിരിക്കും. അവർ ഒരാവശ്യവുമില്ലാതെ പുറത്തിറങ്ങി നടക്കുന്ന ആളുകളായി മാറുകയില്ല. നമുക്കറിയാം, അവർ പുറത്തിറങ്ങി എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുകയാണെങ്കിലും ദൃഷ്ടി താഴ്ത്തുന്ന, ഏറ്റവും നല്ല രീതിയിൽ ഹിജാബ് ധരിക്കുന്ന, തന്റെ ഔറത്ത് മുഴുവൻ മറക്കുന്ന, സീനത്ത് മറക്കുന്ന ഏറ്റവും നല്ല വേഷത്തിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅതു ഔറത്തുൻ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഔറത്താണ്. വഇന്നഹാ ഇദാ ഖറജത് ഇസ്തശ്റഫഹ അശ്ശൈത്താൻ, അവൾ പുറത്തേക്കിറങ്ങിയാൽ ശൈത്താൻ അവളിൽ കൂടുതൽ ആഗ്രഹം ജനിപ്പിക്കും. ആളുകൾക്ക്, പുരുഷന്മാർക്ക് അവളിൽ കൂടുതൽ ആഗ്രഹം ജനിപ്പിക്കും. وإنها لا تكون أقرب إلى الله منها في قعر بيتها, അവൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വീടിന്റെ അകത്ത് ആവുമ്പോഴാണ്. ഒരു സ്ത്രീ അള്ളാഹുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവസ്ഥ അവൾ വീടിന്റെ ഏറ്റവും ഉള്ളിലായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. പുറത്തിറങ്ങി നടക്കുന്ന, അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അള്ളാഹുവിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും എന്ന് നമുക്കിത് മനസ്സിലാക്കാം. അപ്പൊ അള്ളാഹുവിലേക്ക് അടുപ്പം ആഗ്രഹിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവൾ വീടിന്റെ ഹിജാബ് ഉൾക്കൊള്ളുന്നവളായിരിക്കും. അവസാനത്തെ ഒരു സിഫത്തായിട്ട് ഷെയ്ഖ് പറയുന്നത് അദമു ഇഫ്ശാഇ സിദ്ദി സൗജി വൽ ഉമൂരിൽ ഖാസിദി ബൈന സൗജൈൻ, തന്റെ ഇണയുമായിട്ട് അല്ലെങ്കിൽ ഇണകൾക്കിടയിൽ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെ അത് പ്രകടിപ്പിക്കുന്ന, അത് പരത്തുന്ന, അത് പറഞ്ഞ് പുറത്തേക്ക് പരത്തുന്ന ആളുകളായിരിക്കില്ല സൗജത്തു സ്വാലിഹ എന്നുള്ളത്. സ്വാലിഹത്തായ ഇണകൾ എന്താണോ ഭർത്താവിന്റെയും തന്റെയും ഇടയിലുള്ള രഹസ്യങ്ങൾ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള രഹസ്യങ്ങൾ അത് പുറത്തു പറയുന്ന ആളുകളായിരിക്കില്ല. ഒരിക്കൽ അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പുരുഷന്മാരും സ്ത്രീകളും ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, لعل الرجل يقول ما يفعل بأهله ولعل امرأة تخبر بما فعلت مع زوجها. റസൂൽ ചോദിച്ചു, പുരുഷന്മാര് തങ്ങൾ ഭാര്യമാരുമായിട്ട് കിടപ്പറയിൽ ഉണ്ടായത് മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? സ്ത്രീകൾ അതുപോലെ പറയുന്നുണ്ടോ? ഫഅറമ്മൽ ഖൗം, ജനങ്ങൾ ഒന്നും മിണ്ടാതെ നിന്ന്. അപ്പൊ വഖുൽതു, അബി അസ്മാ ബിൻത് യസീദ് പറയാണ്, ഞാൻ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ്, ഇന്നഹുന്ന ലയഖുൽന വഇന്നഹും ലാ യഫ്അലൂൻ, ആ സ്ത്രീകൾ അവരങ്ങനെ പറയുന്നവരാണ്, ആ പുരുഷന്മാർ അവരങ്ങനെ ചെയ്യുന്നവരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഫ്അലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഫഇന്നമാ ദാലിക മസലു ശൈത്താൻ ലഖിയ ശൈത്താനതൻ ഫീ ത്വരീഖിൻ ഫഗശിഹാ വന്നാസ് യൻദുറൂൻ, ആളുകൾ നോക്കിയിരിക്കെ ഒരു ആൺപിശാച് ഒരു പെൺപിശാചുമായിട്ട് ബന്ധപ്പെടുന്നതിന് പരസ്യമായിട്ട് ആളുകൾ നോക്കിയിരിക്കെ ആ ഒരു അവസ്ഥയ്ക്ക് തുല്യമാണ് അത് എന്നുള്ളത്. അപ്പോൾ തന്റെ ഭർത്താവുമായിട്ട്, ഇതിൽ ഷെയ്ഖ് പ്രത്യേകം പറയുന്നത്, ഇതിൽ ആദ്യം പറഞ്ഞത് ഇന്നഹുന്ന ലയഖുൽന, ആ സ്ത്രീകൾ അങ്ങനെ പറയുന്നവരാണ് എന്നാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം സ്ത്രീകളിൽ ഇത് ധാരാളമായി ഉണ്ടാകും. പുരുഷന്മാർ അത്രയ്ക്ക് ഉണ്ടാകില്ലെങ്കിലും സ്ത്രീകളിൽ പരസ്പരം അവരുടെ കൂട്ടുകാരികൾ, അവരുടെ സഹോദരിമാർ, അവരുടെ അടുത്ത ബന്ധങ്ങൾ, അങ്ങനെയുള്ളവരോടെല്ലാം തന്റെ ഈ വിഷയങ്ങൾ, തന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, ഭർത്താവുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ഒരു ശീലം അറിയാത്തവർക്കുണ്ടാവും. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ പിണക്കങ്ങൾ, അതുപോലെയുള്ള വിഷയങ്ങൾ, ഇതെല്ലാം മറ്റുള്ളവരെ അറിയിക്കുന്ന അവസ്ഥ, ഇതൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും സൗജത്തു സ്വാലിഹ എന്ന് പറയുന്നത്. കുറച്ച് സിഫാത്തുകൾ ഷെയ്ഖ് പറഞ്ഞതാണ് നാം ഇവിടെ പറഞ്ഞത്. സൗജത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു സ്ത്രീക്ക്, ഭാര്യയ്ക്ക് ഉണ്ടാകുന്നത് ഇതിലും ഒരുപാടുണ്ട്. ഇതിന്റെ എല്ലാം ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാനും പ്രവാചകന്റെ സുന്നത്ത് ഉൾക്കൊള്ളാനും ഒരു സ്ത്രീ തയ്യാറാവുകയാണെങ്കിൽ അവളാണ് ഏറ്റവും ഉത്തമയായ അവസ്ഥയിലുള്ളത്, ഏറ്റവും ഉന്നതമായ അവസ്ഥയിലുള്ളത്. നമ്മുടെ നാടുകളിൽ ഇന്ന് കേൾക്കുന്നതും അറിയുന്നതുമായ പല തെറ്റായ വാർത്തകൾ, പല തെറ്റായ രീതിയിൽ നമ്മളെ സ്ത്രീകളിലേക്ക് എത്തുന്ന ദുനിയാവിനോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം വിട്ട് എന്താണോ ഖുർആനിലും ഹദീസിലും നല്ല ഒരു സ്ത്രീക്ക് ഗുണങ്ങളായി വന്നിട്ടുള്ളത് അത് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ വല്ലാഹി നാം ഉറപ്പിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് മടങ്ങിച്ചെല്ലാം ഒരു ഭവനമുണ്ട്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും, ഭർത്താവും ഭാര്യയും സ്ത്രീയും പുരുഷനും എല്ലാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളെ ഉൾക്കൊള്ളാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല
അവന്റെ പ്രവാചകനെ അനുസരിക്കാനും അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവരെയും ഭാര്യമാരെ ഏറ്റവും ഇതുപോലെ ഈ സിഫത്തുകളുള്ള സ്വാലിഹത്തായ ഭാര്യമാരായി ആക്കുമാറാകട്ടെ. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കുടുംബജീവിതം ലഭിക്കുകയും നാളെ നമ്മുടെ ഇണകളുമായിട്ട് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.